ഹായ്, പേരെങ്ങനെയാ? എൻ്റെ പേര് അശ്വിൻ. അശ്വിൻ. വീട് എവിടെയാ? വീട് പൊൻകുന്നം സ്റ്റാൻഡിൻ്റെ ബാക്കിലോട്ടുള്ള വഴിയിലാണ്. ശരി. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് സന്തോഷ്. സന്തോഷ്. ഓക്കെ. അശ്വിൻ്റെ അച്ഛനാണ്. ആ ഹാ ഹാ. എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു അശ്വിൻ വന്നത്? എനിക്ക് തുടങ്ങിയ സമയത്ത് നല്ല ശ്വാസം മുട്ടലുണ്ടായിരുന്നു, പിന്നെ തുമ്മലുണ്ടായിരുന്നു. സ്ഥിരം എന്നും എഴുന്നേൽക്കുമ്പോഴും നല്ലപോലെ തുമ്മും. പിന്നെ എന്തെങ്കിലും ഒരു കളിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുമ്പം ഒരു ശ്വാസം മുട്ടലൊക്കെ കൂടി എപ്പോഴും ഓരോ 2-3 മാസം കൊണ്ട് വരുന്ന നെബുലൈസേഷനിലൊക്കെ പോകുന്നതായിരുന്നു. ഇപ്പം ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ആദ്യത്തെ 6 മാസത്തെ ഞാൻ കഴിഞ്ഞു. ഇപ്പം ആദ്യത്തെ തുടങ്ങിയ സമയത്തൊക്കെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 6 മാസം, ഒരു 4 മാസം 3 മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനത്തെ ഒന്നും ഇതുവരെ പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ല. ഛർദി ഉണ്ടായിരുന്നല്ലേ? ഈ ചില ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഈ ചുമച്ചങ്ങ് ഛർദിച്ചു പോകുമായിരുന്നു. ഉണ്ടായിരുന്നു. ഒക്കെ പല ഫുഡിലും ഈ അലർജി ഉള്ളപ്പോൾ അതിൻ്റെ ഇൻടോളറൻസ് കൊണ്ട് തന്നെ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലുമൊക്കെ ചുവന്ന തിണർത്ത് വരിക, അൾസേഴ്സ് ആയിട്ട് വരെ ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ചില ഫുഡ് കഴിക്കുമ്പോൾ ഇതുപോലെ കഫക്കെട്ടും ഛർദിയും ഒക്കെ കൂടുതലായിട്ടുണ്ടാവുന്നത്. എന്തായാലും അതിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലേ? എത്ര പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടാവും ഈ 6 മാസത്തെ ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് തന്നെ? 80% കുറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ബാക്കിയും കൂടി കുറയും. ബൂസ്റ്റർ ഡോസും കൂടി എടുത്തു കഴിയുമ്പോഴത്തേക്ക്. അതിൻ്റെ 2 ഇഞ്ചക്ഷൻസും എടുത്തായിരുന്നു അല്ലേ? നമ്മൾക്ക് നേരത്തെയൊക്കെ ഇമ്മ്യൂണോതെറാപ്പി ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ 2 ഇഞ്ചക്ഷൻ മാത്രമേ ഇവിടുന്ന് എടുക്കും, ബാക്കിയുള്ളത് തുള്ളിമരുന്നായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നമ്മൾ അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അസുഖം കുറഞ്ഞു എന്ന് പറയാൻ ഒരു നല്ല വാക്ക് പറയാൻ കാണിച്ച മനസ്സിന് നന്ദി പറയുന്നു. എന്തായാലും ഒരു സന്തോഷം. വളരെയേറെ സന്തോഷമുണ്ട് ഡോക്ടറെ ഈ ട്രീറ്റ്മെൻറ്റ് എൻ്റെ കുഞ്ഞിന് വളരെയേറെ എഫക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ബൂസ്റ്റർ ഡോസ് കൊണ്ട് എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ ദൈവത്തിനോട് കൂടെ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. എന്തായാലും നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി ഞാൻ ഇതിൽ പറയാം. എൻ്റെ ഫോൺ നമ്പറാണ്. സാറിൻ്റെ ഫോൺ നമ്പർ പറഞ്ഞോളൂ. 9061 587075. അശ്വിൻ്റെ നമ്പർ 8129479484. ഓക്കെ. അപ്പോൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവർക്കും സഹായകരമാവട്ടെ നമ്മുടെ അനുഭവം. അപ്പോൾ അലർജിയെക്കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഓക്കെ, ഒത്തിരി സന്തോഷം സാറേ. സാറ് എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പോൾ റിട്ടയർ ചെയ്തോ? പോലീസിൽ നിന്ന് റിട്ടയർ ആയതാണ്. അത് ശരി. ഇവിടെ പൊൻകുന്നം സ്റ്റേഷനിൽ തന്നെയായിരുന്നോ? കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനാണ്. അത് ശരി. കോൺസ്റ്റബിളായിട്ടാണ് റിട്ടയർ ചെയ്തത്? അത് ശരി. സാറിൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സന്തോഷ്. സന്തോഷ്. ഓക്കെ സാർ, ഒത്തിരി സന്തോഷം. എന്തായാലും ഒരു റിട്ടയർഡ് ഗവൺമെൻറ് പോലീസ് ഓഫീസറിൻ്റെ തന്നെ മകനായാണ് ഇങ്ങനെയൊരു നല്ല അനുഭവം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഡോക്ടർ. താങ്ക് യു.